ഹലോ കൂട്ടുകാരെ, അക്കൂസ് വ്ലോഗ് ആർപ്പൂക്കരയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രാവിലെ 6:30 ആയിട്ടേ ഉള്ളൂ. അപ്പം നമുക്കിന്ന് രാവിലെ തന്നെ മീൻകാരം വന്നതുകൊണ്ട് കുറച്ച് കേര കിട്ടി. 1/2 കിലോ കേര പീസ് വാങ്ങിയത് കഴുകി വൃത്തിയാക്കി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ട് പൊട്ടി, കടുക് ഇട്ട് പൊട്ടി. നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി പൊളിച്ചതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നു. ചേർത്ത് കൊടുത്തതിന് ശേഷം കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട പൊടികൾ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കാരണം നേരത്തെയൊക്കെ ഞാൻ ഇതിനകത്തേക്ക് തന്നെയാണ്, അതായത് വെളുത്തുള്ളിക്കകത്തും ഇഞ്ചിയും കൂടെ വളർന്ന് വരുമ്പോൾ ആ ടൈമിലാണ് പൊടികൾ ചേർത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അപ്പം ചില സമയങ്ങളിലൊക്കെ അത് മൂത്ത് പോകുന്നത് കൊണ്ട് ഞാനിപ്പം വേറെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുവാണ്. അപ്പം ഈ ചൂടാക്കി എടുത്ത ഈ പൊടികളും കൂടെ നമ്മൾ ഈ മൂപ്പിച്ച് വെച്ച വെളുത്തുള്ളിക്കകത്തും ഇഞ്ചിക്കകത്തും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് യോജിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പച്ചമണം എല്ലാം മാറി കഴിയുമ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ഈ കറിയൊക്കെ വെക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. കാരണം നമ്മൾ ഇങ്ങനെയാണ് മീൻകറി വെക്കുന്നത്, കോട്ടയം സ്റ്റൈലിലുള്ള മീൻകറിയാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് മീൻകറി വെക്കുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇതുപോലെയല്ല എന്തെങ്കിലുമൊക്കെ പോരാഴികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് തിളയ്ക്കാൻ വെക്കുവാണേ. ഈ വെള്ളം ചേർക്കുന്ന കൂടെ തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിളച്ച് നന്നായിട്ട് ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ, അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുവാണേ. നന്നായി കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളൊന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഒരു 3 കഷ്ണം ചെറിയ അല്ലി കുടംപുളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിള വരാനായിട്ട് വെക്കാം. നന്നായിട്ട് തിളച്ചിട്ടൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 10-15 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിത് നോക്കാം. മീൻ അന്നേരം ഒന്ന് വേകട്ടെ. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ പറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ മീൻകറി വാങ്ങാൻ പോവുകയാണേ. ഞാൻ ഇച്ചിരി ഉലുവാപ്പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കും. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ടൈമിൽ നമ്മളുടെ പച്ചക്കറി നമ്മൾ സ്വന്തമായിട്ട് എൻ്റെ ഹസ്ബൻഡ് കൃഷി ചെയ്ത് വെള്ളം കയറി പോകാത്ത കുറച്ച് പൊക്കി വെച്ചായിരുന്നു, അത് മാത്രം കിട്ടി. കുറച്ച് അച്ചിങ്ങാപ്പയറാണ്. അത് നമ്മളൊന്ന് മെഴുക്കുവരട്ടി വെക്കാൻ പോവുകയാണേ. അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി വെക്കുന്നു. അതിലേ നമ്മൾ അച്ചിങ്ങ എല്ലാം കൂടെ അരിഞ്ഞ് നമ്മൾ തേങ്ങ കൊത്തിയിട്ട് ഞാൻ ഉള്ളിയും മുളകും കൂടെ ഇടിച്ചാണ് അച്ചിങ്ങ വെക്കുന്നത് കേട്ടോ. അപ്പം കുറേയൊക്കെ അങ്ങ് നശിച്ചു പോയി, കൃഷി ചെയ്തത് കുറച്ചൊക്കെ നശിച്ചു പോയി. ഇതിപ്പം ചെറിയ ബക്കറ്റിനകത്ത് ആയതുകൊണ്ട് പൊക്കി വെച്ചതുകൊണ്ട് കിട്ടിയതാണ്. അപ്പം നമ്മൾ അച്ചിങ്ങ ഒന്ന് കറി വെക്കാൻ പോവുകയാണ്. എല്ലാം ഉള്ളിയും മുളകും കൂടെ എല്ലാം ഇടിച്ചിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. അപ്പം അച്ചിങ്ങയും കൂടെ റെഡിയായി കഴിയുമ്പം നമുക്ക് ഞങ്ങളുടെ അതായത് ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ്, പിന്നെ പച്ചമോരുണ്ട് ഈ കൂടെ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. പച്ചമോരും കൂടി ഉണ്ട്, അതുകൂടി ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇതുകൊണ്ട് തീരുവാണ്. ഇനിയിപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോടും വരെ എല്ലാവർക്കും ബൈ ബൈ.